Students, welcome all to the second part of trigonometric functions. In the first part, we already studied what is an angle, relation connecting radian measure and degree measure, and conversions of radian to degree and degree to radian. Then interrelation between arc length, radius and central angle. And the problem relating this is also completed. We already finished the textbook problem exercise 3.1. Today we are going to discuss how to convert trigonometric ratios into trigonometric functions. An important session. Once again, welcome to all. ഇനി trigonometric ratiosനെ trigonometric function ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗം. അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു യൂണിറ്റ് സർക്കിളാണ്. റേഡിയസ് 1 യൂണിറ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്യും. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിൾ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എൻ്റെ കോർഡിനേറ്റ്സ് 10 അല്ലേ? സംശയമില്ലല്ലോ. വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ് ബി. സോ ദ കോർഡിനേറ്റ്സ് ഓഫ് ബി ഈസ് 0, 1. എക്സ് ആക്സിനെ ഒറിജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കട്ട് ചെയ്യുന്ന പോയിന്റാണ് സി. സോ ദ കോർഡിനേറ്റ്സ് ഓഫ് സി ഈസ് -1, 0 ആൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ഡി ഈസ് 0, -1. ക്യാൻ യു ഫോളോ? യെസ്. ഇത് നമ്മൾ 10th കണ്ടു കഴിഞ്ഞ കാര്യമാണ് കോർഡിനേറ്റ്സ് എന്ന ഭാഗത്ത്. ഇനി നോക്കുക, ഈ സർക്കിളിൽ ഒരു പോയിന്റ് എ എടുത്തു. ആ എയിൽ നിന്ന് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. സപ്പോസ് ദ പോയിന്റ് ഈസ് പി ആൻഡ് പി എം ഈസ് പെർപെൻഡിക്കുലർ ടു ഒ എക്സ്. എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആണ് പി എം. സോ ട്രയാങ്കിൾ ഒ എം പി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ക്യാൻ യു ഫോളോ? അതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? യെസ്. പിൻ്റെ കോർഡിനേറ്റ്സ് എ ബി ആണെങ്കിൽ ഒ എം ഈക്വൽ ടു എ ആൻഡ് പി എം ഈസ് ബി. ഒ എം എന്ന് പറയുന്നത് ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റും പി എം എന്ന് പറയുന്നത് ആ പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ്സ് എന്ന് നമുക്കറിയാം. സോ പി എം ഈക്വൽ ടു ബി ആൻഡ് ഒ എം ഈക്വൽ ടു A. Where theta is the angle, theta is the angle at the center, that is angle AOP equal to theta. From right triangle OMP, we know that sin theta equal to opposite side divided by hypotenuse, that is PM by OP, that can be written as B by 1. Therefore, B equal to 1 into sin theta. Similarly, cos theta equal to adjacent by hypotenuse, that is OM by OP, that is A by 1. Therefore, A equal to 1 into cos theta, that is cos theta. ഇനി നോക്കുക, ഒന്നെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 10th നമ്മൾ പഠിച്ച മെത്തേഡ് ഉപയോഗിക്കാം. എന്തായിരുന്നു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്? ഹൈപ്പോടെന്യൂസ് ഇൻറ്റു സൈൻ തീറ്റ. ഹൈപ്പോടെന്യൂസ് 1 ആകുമ്പോൾ 1 സൈൻ തീറ്റ, ഹൈപ്പോടെന്യൂസ് 2 ആകുന്ന സമയത്ത് 2 സൈൻ തീറ്റ. അതായത് സർക്കിളിൻ്റെ റേഡിയസ് ആണ് ഹൈപ്പോടെന്യൂസ്. റേഡിയസ് 2 ആകുമ്പോൾ 2 സൈൻ തീറ്റ, റേഡിയസ് 3 ആകുമ്പോൾ 3 സൈൻ തീറ്റ, റേഡിയസ് 4 ആണ് വരുന്നതെങ്കിൽ 4 സൈൻ തീറ്റ. അങ്ങനെ പോകുന്നു. ജനറലായി റേഡിയസ് r ആകുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് r സൈൻ തീറ്റ എന്ന് കിട്ടും. അതുപോലെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് r കോസ് തീറ്റ എന്നും എഴുതിക്കൂടെ? ഇനി യൂണിറ്റ് സർക്കിൾ എടുക്കുന്ന സമയത്ത് എ ബി എന്നതിന് പകരം ബിൻ്റെ വാല്യൂ സൈൻ തീറ്റ എന്നും എൻ്റെ വാല്യൂ കോസ് തീറ്റ എന്നും കൊടുത്താൽ പി എന്ന് പറയുന്ന പോയിന്റിനെ കോസ് തീറ്റ സൈൻ തീറ്റ എന്നെഴുതാം. ഇങ്ങനെ ആംഗിളിൻ്റെ ഫോമിൽ പോയിന്റ് എഴുതുന്ന രീതിക്കാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫോം അല്ലെങ്കിൽ പരാമെട്രിക് ഫോം എന്ന് പറയുന്നത്. എന്താണ് പേര്? പരാമെട്രിക് ഫോം. പുതിയൊരു പേര് പഠിച്ചല്ലേ, പരാമെട്രിക് ഫോം. എക്സും വൈ ഉപയോഗിച്ച് എഴുതുന്ന രീതിക്കാണ് കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. തീറ്റ ഉപയോഗിച്ച് എഴുതുന്ന രീതിക്ക് പറയുന്ന പേരാണ് പരാമെട്രിക് ഫോം. അപ്പോൾ ജനറലായിട്ട് ആ റേഡിയസ് ആയിട്ടുള്ള സർക്കിളിലെ ഒരു പോയിന്റിൻ്റെ പരാമെട്രിക് ഫോം എന്തായിരിക്കും? ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ. ക്ലിയർ? ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ. 1 revolution subtends an angle 2 pi radian at center.
ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് സർക്കിളിൻ്റെ സെൻറ്ററിൽ 2π റേഡിയൻ ആംഗിൾ ഉണ്ടാകുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ആംഗിൾ AOB എന്ന് പറയുന്നത് π/2, ആംഗിൾ AOC ഈ ഒരു വലിയ ആംഗിൾ എന്ന് പറയുന്നത് പൈനെ വേണമെങ്കിൽ നമുക്ക് 2 × π/2 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു π. അടുത്തത് ആംഗിൾ AOD ഇവിടുന്ന് ഇവിടേക്ക് എത്തുന്ന സമയത്ത് 3π/2 ആണ് വരുന്നത്. ഇനി വീണ്ടും എയിൽ നിന്ന് കറങ്ങി ഇവിടെ എത്തുമ്പോൾ അത് 2π ആയിട്ട് മാറും. അതായത് π/2, π, 3π/2 എന്നെല്ലാം പറയുന്നത് പൈൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. π/2ൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ്. ഇങ്ങനെ π/2ൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ആംഗിൾസിനെ പൊതുവെ പറയുന്ന പേരാണ് ക്വാഡ്രൻ്റൽ ആംഗിൾസ്. അതായത് ഇതൊക്കെയാണ് ക്വാഡ്രൻ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ബിയിലെത്തുന്ന സമയത്ത് AOB എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, BOC എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, COD എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻറ്റ്, AOD എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇങ്ങനെ ക്വാഡ്രൻറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത് കൊണ്ട് π/2, 2π/2, 3π/2, 4π/2 ഇങ്ങനെ പോകുന്ന π/2ൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ആംഗിൾസിനെ പൊതുവെ പറയുന്ന പേരായിരുന്നു ക്വാഡ്രൻ്റൽ ആംഗിൾസ്. ഇനി യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ യൂണിറ്റ് സർക്കിളിലുള്ള ഏതൊരു പോയിൻറ്റിൻ്റെയും പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് കോസ് തീറ്റ സൈൻ തീറ്റയാണ്. അതായത് സർക്കിളിലെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് വാല്യൂ എന്ന് പറയുന്നത് കോസ് തീറ്റയും വൈ വാല്യൂ എന്ന് പറയുന്നത് സൈൻ തീറ്റയുമാണ്. തീറ്റ എന്ന് പറയുന്നത് ഈ ലൈനിനെ OA എന്ന ലൈൻ എത്ര റൊട്ടേറ്റ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ്. ഇനി ജനറലായിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് വാല്യൂ, വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സൈൻ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ A എന്ന പോയിന്റിൽ എക്സ് കോർഡിനേറ്റ് 1 ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. അതുകൊണ്ട് എയിലെത്തുന്ന സമയത്ത് കോസ് വാല്യൂ 1ഉം സൈൻ വാല്യൂ 0 ആണ്. അവിടെ OA എന്ന് പറയുന്ന ലൈൻ റൊട്ടേറ്റ് ചെയ്തിട്ടില്ല. റൊട്ടേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആംഗിൾ 0 ആണ്. അപ്പോൾ നമുക്ക് എന്തു പറയാം? കോസ് 0 ഈക്വൽ ടു 1 ആൻഡ് സൈൻ 0 ഈക്വൽ ടു 0 എന്ന് പറയാം. കോസ് 0 എന്ന് പറയുന്നത് 1ഉം എക്സ് കോർഡിനേറ്റ് 1 ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. ഇനി OA റൊട്ടേറ്റ് ചെയ്ത് Bയിലെത്തുന്ന സമയത്ത് ആംഗിൾ 90 ഡിഗ്രിയാണ് നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ കോസ് π/2 എന്ന് പറയുന്നത് ബിയിൽ വരുന്ന വാല്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്, അത് 0 ആണ്. സൈൻ π/2 എന്ന് പറയുന്നത് ബിൻ്റെ വൈ കോർഡിനേറ്റ് ആണ്, ദാറ്റ് ഈസ് 1. സോ സൈൻ π/2 ഈക്വൽ ടു 1. വീണ്ടും A കറങ്ങി സിയിലെത്തിക്കഴിഞ്ഞാൽ ആംഗിൾ പൈ ആയിട്ട് മാറി. ദാറ്റ് ഈസ് കോസ് പൈ എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് ആണ്. എക്സ് കോർഡിനേറ്റ് ഈക്വൽ ടു -1 ആണ്. കോസ് പൈ ഈക്വൽ ടു -1. സൈൻ പൈ ഈക്വൽ ടു പൈ റേഡിയൻ കറങ്ങുമ്പോഴുള്ള പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ്സ്, ദാറ്റ് ഈസ് 0. ഇനി അടുത്തത് കോസ് 3π/2. 3π/2 കറങ്ങുന്ന സമയത്ത് പോയിന്റ് ഡിയിലെത്തുന്നു. ഡിയിലുള്ള എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് കോസ് 3π/2 0. സൈൻ 3π/2 എന്ന് പറയുന്നത് 3π/2 കറങ്ങിയാൽ വൈ കോർഡിനേറ്റ് വരുന്നത് -1 ആണ്. സൈൻ 3π/2 ഈക്വൽ ടു -1. ഇനി ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ 2π ആണ് വരുന്നത്. സോ കോസ് 2π ഈക്വൽ ടു വീണ്ടും കറങ്ങിയാൽ അത് എയിലെത്തുന്നു. എയിൽ വരുന്ന എക്സ് കോർഡിനേറ്റ് 1 ആണ്. കോസ് 2π ഈക്വൽ ടു 1 ആൻഡ് സൈൻ 2π. എയിലെത്തുന്ന സമയത്ത് വൈ കോർഡിനേറ്റ് 0 ആണ്. സൈൻ 2π ഈക്വൽ ടു 0. ക്ലിയർ? അതായത് എപ്പോഴൊക്കെയാണ് ഇതിൽ സൈൻ 0 ആകുന്നത്? സൈൻ 0 വരുമ്പോൾ 0 ആണ്, സൈൻ പൈ വരുമ്പോൾ 0 ആണ്, സൈൻ 2π വരുമ്പോൾ 0 ആണ്. ഇതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതാ എയിലെത്തുമ്പോഴും സിയിലെത്തുമ്പോഴും സൈൻ 0 ആണ്. സൈൻ 0 പൈ എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ എത്തി, 2π എന്ന് പറയുമ്പോൾ ഇവിടെ എത്തി. ഇനിയൊന്ന് കറങ്ങുകയാണെങ്കിൽ 3π 4π 5π അങ്ങനെ വരുന്നു.
അതായത് ഈ എഴുതിയതിൽ നിന്ന് സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 പൈ 1 പൈ 2 പൈ 3 പൈ ഇതിലൊക്കെ സൈനിൻ്റെ വാല്യൂ 0 ആണ്. തിരിച്ച് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ ആംഗിൾസ് ഒക്കെ മൈനസ് ആയിട്ട് പറയാം. സൈൻ മൈനസ് പൈ സൈൻ മൈനസ് 2 പൈ സൈൻ മൈനസ് 3 പൈ ഇതിലും സൈനിൻ്റെ വാല്യൂ 0 തന്നെയാണ്. അപ്പോൾ ജനറലായിട്ട് എപ്പോഴാണ് സൈനിന് 0 കിട്ടുന്നത്? 1 പൈ 2 പൈ 3 പൈ മൈനസ് 1 പൈ മൈനസ് 2 പൈ മൈനസ് 3 പൈ അല്ലേ? അതായത് പൈൻ്റെ കൂടെ ഇൻറ്റീജേഴ്സ് അല്ലേ കൊടുക്കുന്നത്. ഇൻറ്റീജേഴ്സ് വരുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈ. എന്താ വേർഡ്? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് പൈ. അതിനെ നമ്മൾ എഴുതുന്ന രീതി n പൈ എന്നാണ്. എങ്ങനെ എഴുതാം? n പൈ, വേർ n ഈസ് എൻ ഇൻറ്റീജർ. അപ്പോൾ അത് അടുത്ത റിസൾട്ട് ആയിട്ട് എഴുതാം. സൈൻ എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് is equal to n pi for all n belongs to z. Z is set of integers. അപ്പോൾ എക്സ് ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെങ്കിൽ സൈൻ എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ റിസൾട്ട് പഠിച്ചു വെക്കണം. സൈൻ എക്സ് ഈക്വൽ ടു 0 ഈ സിമ്പൽ വായിക്കേണ്ട ഇംപ്ലൈസ് എക്സ് is equal to n pi for all. ഈ സിമ്പിൾ വായിക്കുക, for all n belongs to z. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഇവിടെ മാത്രമല്ല, ട്രിഗ്നോമെട്രീൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സെക്കൻഡ് ഇയറിലും ഈ റിസൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓർത്ത് വെക്കൂലേ? വേഗം നോട്ടിലേക്ക് എഴുതൂ. ഇനി ഏതൊക്കെ വാല്യൂസിലാണ് കോസ് 0 ആകുന്നത് നോക്കുക. നമുക്കറിയാം കോസ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ ഏതൊരു പോയിന്റിൻ്റെയും എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആകുന്ന പോയിന്റ്സ് കാണണം. അത് ഫിഗറിൽ ബിയിലും ഡിയിലുമാണ് എക്സ് കോർഡിനേറ്റ് 0 ആകുന്നത്. ബി എന്ന് പറഞ്ഞാൽ ആംഗിൾ AOB ആണ്, ദാറ്റ് ഈസ് π/2 എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഡിയിലെത്തുന്ന സമയത്ത് അത് 3π/2 ആകുന്നുണ്ട്. അതായത് കോസ് π/2 0 ആണ്, കോസ് 3π/2 0 ആണ്. ഇനി ഒന്നും കൂടി കറങ്ങിക്കഴിഞ്ഞാൽ അത് വീണ്ടും ബിയിലെത്തുമ്പോൾ 5π/2 ആംഗിളായിട്ട് മാറി. വീണ്ടും കറങ്ങി ഡിയിലെത്തുന്ന സമയത്ത് 7π/2 ആയിട്ട് മാറി. ഈ എല്ലാ വാല്യൂസിലും കോസിൻ്റെ വാല്യൂ 0 ആണ്. അതായത് കോസ് π/2 0, കോസ് 3π/2, കോസ് 5π/2, കോസ് 7π/2 ഇതിലൊക്കെ കോസിൻ്റെ വാല്യൂ 0 ആണ്. അതായിരുന്നു നമ്മളിവിടെ എഴുതിയത്. കോസ് π/2 ഈക്വൽ ടു കോസ് 3π/2 ഈക്വൽ ടു കോസ് 5π/2 ഈക്വൽ ടു 0 എക്സെട്ര എല്ലാം പോകുന്നു. ഈ വാല്യൂസിൻ്റെ പ്രത്യേകത എന്താണ്? 1π/2, 3π/2, 5π/2, 7π/2 അല്ലെങ്കിൽ അത് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് പിടിക്കുമ്പോൾ -π/2, -3π/2, -5π/2, -7π/2 എന്ന് കിട്ടും. അതായത് π/2ൻ്റെ കൂടെ 1357, 1357 ഇതെന്ത് നമ്പറാണ്? ഓഡ് ഇൻറ്റീജേഴ്സ് ആണ്. ഓഡ് ഇൻറ്റീജറിൻ്റെ ജനറൽ ഫോം 2n+1 ആണ്. ഇങ്ങനെ π/2ൻ്റെ കൂടെ ഓഡ് നമ്പർ വരുന്ന സമയത്ത്, ഓഡ് ഇൻറ്റീജേഴ്സ് വരുന്ന സമയത്ത് കോസിൻ്റെ വാല്യൂ 0 ആണ്. സോ ജനറലായിട്ട് ആ റിസൾട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. cos x equal to 0 implies x is equal to 2n+1 π/2 where n is an integer. n ഒരു ഇൻറ്റീജർ ആകുമ്പോൾ 2n+1 π/2 ആംഗിളിലെ കോസിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും 0 ആയിരിക്കും. ഇതൊരു ബോക്സിലായിട്ട് കളർ പെന്ന് കൊണ്ട് എഴുതുക, നല്ല പോലെ പഠിക്കുക. ചെറിയ ക്ലാസ്സിൽ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി വാല്യൂസ് നമ്മൾ പഠിച്ചിരുന്നു. അതുതന്നെയാണ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെയും ആ ആംഗിൾസിൽ വരുന്ന വാല്യൂസ്. അതുകൊണ്ട് നമുക്കതൊന്ന് എഴുതാം, അത് പഠിച്ചു വെക്കണം. ഇതാ 0 ഡിഗ്രി, 30 ഡിഗ്രി ഓർ π/6, 45 ഡിഗ്രി ഓർ π/4, 60 ഡിഗ്രി റേഡിയൻ മെഷർ π/3, 90 ഡിഗ്രി റേഡിയൻ മെഷർ π/2, 180 ഡിഗ്രി റേഡിയൻ മെഷർ π, 270 ഡിഗ്രി 3π/2, 360 ഡിഗ്രി 2π. സൈൻ വാല്യൂ സൈൻ 0 എങ്ങനെയത് വായിക്കുക? സൈൻ 0 0, സൈൻ 30 ഓർ സൈൻ π/6 1/2, സൈൻ π/4 1/√2, സൈൻ π/3 √3/2, സൈൻ π/2 1, സൈൻ π 0, സൈൻ 3π/2 -1 ആൻഡ് സൈൻ 2π 0.
ഇനി കോസിൽ വരുമ്പോൾ എങ്ങനെയാണ് വായിക്കുക? കോസ് 0 1 കോസ് പൈ ബൈ 6 റൂട്ട് 3/2 കോസ് പൈ ബൈ 4 1/√2 കോസ് പൈ ബൈ 3 1/2 കോസ് പൈ ബൈ 2 0 കോസ് പൈ -1 കോസ് 3π/2 0 കോസ് 2π1. ടാനിൽ വരുമ്പോൾ എങ്ങനെ വായിക്കണം? ടാൻ 0 0 സൈൻ 0 ബൈ കോസ് 0 ടാൻ പൈ ബൈ 6 ദറ്റ് ഈസ് 1/√3 ടാൻ പൈ ബൈ 4 1 ടാൻ പൈ ബൈ 3 √3 ടാൻ പൈ ബൈ 2 സൈൻ പൈ ബൈ 2 ബൈ കോസ് പൈ ബൈ 2 1/0 ദറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. ടാൻ പൈ 0 ടാൻ 3π/2 നോട്ട് ഡിഫൈൻഡ് ടാൻ 2π 0. ഇത് നോട്ടിൽ നല്ല പോലെ വരച്ചെഴുതുക, ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുക, ബൈ ഹാർട്ടാക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വി ഗോയിങ് ടു ഡിസ്കസ് സൈൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ദറ്റ് ഈസ് the sign of trigonometric functions in positive angles and in negative angles. For this, we consider a unit circle. Let PAB is a point on the circle. AB is a point on the unit circle, which makes an angle X at the center. That is in the figure, angle AOP equal to X. Since angle AOP is X, therefore angle AOQ which is equal to minus x. Why? X ന്റെ റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസിലാണെങ്കിൽ AOQയിലേക്ക് വരുന്ന സമയത്ത് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആയിട്ട് മാറി. റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആംഗിൾ നെഗറ്റീവ് എന്ന് നമ്മൾ പഠിച്ചു. ആംഗിൾ AOQ -x ആണ്. PAB ആണെങ്കിൽ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എന്ത് പറയാം? Therefore Q equal to ഓഡേഡ് പെയർ A, -b. ആംഗിൾ -x ആയതുകൊണ്ട് A, -b ആയിട്ട് മാറി. ഇനി ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ OMP. കൺസിഡർ ട്രയാങ്കിൾ OMP. What is sine x? Sine means opposite by hypotenuse, that is B, and cos x equal to adjacent by hypotenuse, that is A. Sin x equal to B and cos x equal to A. Then consider the right triangle OMQ. From triangle OMQ, what is sine minus x? Sine means opposite by hypotenuse. Opposite indicates the negative sign, that is minus B. And cos x equal to, cos minus x equal to adjacent by hypotenuse, that is A. We have to establish a relation between sin x and sin minus x, that is sin minus x equal to minus b. We know that b equal to sin x, so this can be written as minus of sin x. What's the relation? Sin minus x equal to minus sin x. What is cos minus x? That's equal to A in the figure. A is also cos x, so this equal to cos x. What's the relation? Sin minus x equal to minus sin x and cos minus x equal to cos x. Then what about tan minus x? We know that tan x is sin x by cos x. Then tan minus x means sin minus x by cos minus x. Sin minus x equal to minus sin x and cos minus x equal to cos x. Again, sin by cos is tan, sin is negative, that is minus tan x. Then what's the result? Tan minus x equal to minus tan x. The remaining are just reciprocal of these. Okay, we can write it. നമ്മൾ പഠിച്ച റിസൾട്ട് ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്ത് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാം. എല്ലാവരും കളർ പെന്ന് കൊണ്ട് ബോക്സിലാക്കി എഴുതി വെക്കണം, അത് പഠിക്കണം. നോക്കുക, സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്, cos minus x is equal to cos x, tan minus x is equal to minus tan x, cosec minus x means 1 by sin minus x. Sin minus x is minus sin x, then it become 1 by minus sin x is minus cosec x. Therefore, cosec minus x is equal to minus cosec x. Sec minus x means 1 by cos minus x. Cos minus x is cos x, that is 1 by cos x is again sec x. So sec minus x equal to sec x.
cot minus x is equal to 1 by tan minus x. Tan minus x is minus tan x. Therefore, 1 by minus tan x is again minus cot x. That is, cot minus x is equal to minus cot x. ഇതിലെ കോസ് മൈനസ് എക്സ് പോസിറ്റീവാണ്, സീക്ക് മൈനസ് എക്സും പോസിറ്റീവാണ്. അതുകൊണ്ട് കോസ് മൈനസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്നതും സീക്ക് മൈനസ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് എന്നതും പ്രത്യേക കളർ കൊണ്ട് എഴുതാം. ബാക്കിയൊക്കെ സാധാ കളർ കൊണ്ടും എഴുതി വെക്കുക. ഇനി നമുക്കറിയാം പി എന്ന പോയിന്റ് യൂണിറ്റ് സർക്കിളിൽ പാസ് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ പിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് എന്ന് പറയുന്നത് എയിലെത്തുന്ന സമയത്ത് പിൻ്റെ വാല്യൂസ് 1 0 ആണ്. അതിൽ 1 എന്ന് പറയുന്നത് എ ആണ്, 0 എന്ന് പറയുന്നത് ബി ആണ്. ബിൻ്റെ വാല്യൂ 0. ഇനി അത് കറങ്ങി സിയിലെത്തുന്ന സമയത്ത് -1 0 ആണ്. എ ബിക്കം -1 ആൻഡ് ബി ബിക്കം 0. അതുകൊണ്ട് എക്ക് കിട്ടുന്ന വാല്യൂ -1 × 1 ഉള്ളിലാണ്. ഇനി ബിയിലെത്തുന്ന സമയത്ത് പോയിന്റ് 0 1 ആണ്, അതായത് ബി വാല്യൂ 1ഉം. ഡിയിലെത്തുമ്പോൾ 0 -1 ആണ്, ബി വാല്യൂ -1 ആണ്. അതായത് ഓർഡേഡ് പെയറിലെ ബിക്ക് കിട്ടാവുന്ന വാല്യൂസ് -1 × 1 ഉള്ളിലുള്ള വാല്യൂസ് ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. അതായത് ബി എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. സൈൻ എക്സിൻ്റെ വാല്യൂ -1 × 1 ഉള്ളിലാണ്. സൈൻ എക്സിൻ്റെ ലീസ്റ്റ് വാല്യൂ -1ഉം ഗ്രേറ്റസ്റ്റ് വാല്യൂ 1ഉം ആയിരിക്കും. ഇനി അതുപോലെ കോസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം -1 × 1 ഉള്ളിലാണ് എ വരുന്നത്. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഫിഗർ നമ്മൾ കണ്ടു കഴിഞ്ഞു. എ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. Therefore, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കോസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടി. കോസ് എക്സിൻ്റെ വാല്യൂ -1 × 1 ഉള്ളിലാണ്. കോസ് എക്സിന് ഒരിക്കലും -1 ചെറിയ വാല്യൂ കിട്ടുന്നില്ല. അതേപോലെ 1 കൂടിയ ഒരു വാല്യൂ കോസ് എക്സിന് കിട്ടുന്നില്ല. ഇത് നമുക്ക് തുടർന്ന് വരുന്നുണ്ട്. ഡൊമെയിൻ റേഞ്ച് പഠിക്കുമ്പോഴും ഈ വാല്യൂസ് വേണോ, ആ സമയത്ത് നമുക്ക് ഈ വാല്യൂ ഒന്നും കൂടി പറഞ്ഞു തുടങ്ങാം, ഓർത്തു വെക്കണം. Let's see the sign of trigonometric functions in each quadrant. We know that if we consider the unit circle and AB is any point on the unit circle, then cos x is A and sin x is B. In first quadrant, both A and B is positive. That is, in first quadrant, cos x is positive and sin x is positive. If cos and sin positive means tan x is also positive. Then the remaining functions are reciprocal of these three. That is, reciprocal of cos, that is sec x is positive. Reciprocal of sine is cosec x is positive. Reciprocal of tan is cot x is positive. That is, all trigonometric functions are positive in first quadrant. In first quadrant, all trigonometric functions are positive. While we pass to second quadrant, the coordinates of the form -AB. Sign of A is minus and B is positive. A means cos x is negative and sin x is positive in second quadrant. So tan x is sin x by cos x, tan x become negative. Sec is reciprocal of cosec, that is negative. Cosec is reciprocal of sine, that is positive, and cot is reciprocal of tan, that is negative. So in second quadrant, sine and its reciprocal cosec is positive. Sine positive and reciprocal cosec is also positive in second quadrant. Can you follow? What about third quadrant? While we pass to third quadrant, both A and B negative. That is, cos x negative and sin x is also negative. So tan x is positive. Then cos and sin negative means sec and cosec is also negative. Tan positive means cot is positive. So in third quadrant, only tan and cot is positive. Tan x positive and cot x positive in third quadrant. What about fourth quadrant? In fourth quadrant, any point of the form a comma minus b,
A is cos, that is cos is positive in fourth quadrant, sine is negative in fourth quadrant, minus by plus become minus, so tan is negative. Sec is reciprocal of cos, so cos is positive, sec is also positive. Cosec is reciprocal of sine, sine negative means cosec is negative, tan negative means cot is negative. So what are positive in fourth quadrant? Cos and its reciprocal sec, cos x positive and sec x positive in fourth quadrant. So in first quadrant all are positive, second quadrant sine positive, third quadrant tan positive, and fourth quadrant cos positive. This can remember by a formula. That is, we can identify the sign of trigonometric function using this one, all silver teacup. All silver teacup. All means A, first letter A, all positive. First, that means in first quadrant. Silver, the first letter is S. S means sine, sine positive in second quadrant. T, first letter is T, so tan positive in third quadrant. Cup, the first letter is C, that is cos positive in fourth quadrant. Remember, all silver teacup. What's it? All silver teacup. All means all positive. S means sine positive. When sine is positive, then also its reciprocal cosec positive. T means tan positive. Tan positive means its reciprocal cot is also positive. C for cos. Cos positive means its reciprocal sec is also positive. Okay? Yes, copy it. Domain and range of trigonometric functions. ഏതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും അതിനൊരു ഡൊമെയിനും ഒരു റേഞ്ചും ഉണ്ടാവും. തൊട്ട് മുമ്പേ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു സൈൻ എക്സിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും എവിടെയായിരിക്കും? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സൈൻ എക്സിൻ്റെ വാല്യൂ 1 -1 ഉള്ളിലാണ്. അതേപോലെ തന്നെ കോസ് എക്സിൻ്റെ വാല്യൂ 1 -1 ഉള്ളിലാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. That is, if y equal to sin x is a function, then x ന് കൊടുക്കുന്ന വാല്യൂ ആണ് ഡൊമെയിൻ, yക്ക് കിട്ടുന്ന വാല്യൂ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. എക്സിന് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. സോ ഡൊമെയിൻ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ്? സൈൻ എക്സിന് കിട്ടുന്ന വാല്യൂ -1 ഉള്ളിലാണെന്ന് പറഞ്ഞാൽ y വാല്യൂ ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 എന്താ വരുന്നത്? സൈൻ എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും സൈൻ എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 ആണ്. വേണമെങ്കിൽ നമുക്ക് സൈൻ എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സൈൻ എക്സ് ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -1. കണ്ടോ, സൈൻ എക്സ് എന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ സൈൻ എക്സ് എന്ന ഒരു ഫംഗ്ഷനായിട്ട് മാറി. അതുകൊണ്ടാണ് അതിന് ഡൊമെയിനും റേഞ്ചും വന്നത്. ഇതുപോലെ തന്നെ കോസ് എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും പറയാം. അതായത് ഫംഗ്ഷൻ y ഈക്വൽ ടു കോസ് എക്സ് ആയിട്ട് എടുത്താൽ എക്സിന് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. സോ ഡൊമെയിൻ ഓഫ് കോസ് എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. വൈക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ കോസിൻ്റെ വാല്യൂ -1 ഉള്ളിലാണ്. സോ റേഞ്ച് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -1. സോ കോസ് എക്സ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കോസ് എക്സ് ഈസ് ഡിഫൈൻഡ് ഫ്രം ആർ ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -1. നമ്മൾ പഠിച്ച കോസ് എന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ കോസ് എക്സ് എന്ന ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നില്ലേ? ഏത് വാല്യൂയിലും അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുപോലെയാണ് ബാക്കി വരുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെയും ഡൊമെയിൻ റേഞ്ച് വരുന്നത്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ചാർട്ടായിട്ട് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, the domain and range of trigonometric functions. ഇത് ഇതേപോലെ കോപ്പി ചെയ്യുക, പഠിക്കണം. നോക്കുക, സൈൻ എക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡൊമെയിൻ ആർ, റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1. കോസ് എക്സ് ഡൊമെയിൻ ആർ, റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ -1. ടാൻ എക്സ്, ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. കോസ് 0 ആകുന്ന വാല്യൂ 2n + 1 π/2 ആണ്. അതുകൊണ്ട്
ഡൊമെയിൻ എന്ന് പറയുന്നത് r മൈനസ് സെറ്റ് 2n+1π/2 റേഞ്ച് ഈസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. കോട്ട് എന്ന് പറഞ്ഞാൽ കോസ് ബൈ സൈൻ ആണ്. സൈൻ 0 ആകുന്ന വാല്യൂ r എന്ന് മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് r മൈനസ് സെറ്റ് n π ആൻഡ് റേഞ്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. Cosec x r minus set n pi and range equal to r minus open interval -1 1 and sec x r minus set 2n+1π/2 and range is r minus open interval -1 1. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈനും കോസും പഠിച്ചു വെക്കണം. ഇതെല്ലാം നമുക്ക് സെക്കൻഡ് ഇയറിലെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിലും ആവശ്യമുള്ളതാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, let's see the graph of sin x. The function y equal to sin x, we know that sin 0 equal to 0, sin π/2 is 1, sin pi is 0, sin 3π/2 is -1, 2π 0. Similarly, sin minus π/2 is -1, minus pi 0, minus 3π/2 become 1 and minus 2π becomes 0. ഈ എല്ലാ പോയിൻറ്സും ഒരു ഒഴുക്കനായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് സൈൻ എക്സിൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫിൽ നിന്ന് റേഞ്ച് വളരെ ക്ലിയർ ആണ്. ഏതിൻ്റെ ഉള്ളിലാണ്? സൈൻ എക്സിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും -1 ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറത്തേക്കുള്ള ഒരു വാല്യൂ അതിന് കിട്ടുന്നില്ല. ക്ലിയർ? ഈ ഗ്രാഫ് വരച്ചു പഠിക്കണം. സെക്കൻഡ് ഇയറിലും ആവശ്യമുണ്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഗ്രാഫ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് വരച്ചു പഠിക്കണം. ഓക്കെ, graph of cos x. The function y equal to cos x. We know that the value of cos 0 is 1, cos π/2 0, cos pi -1, cos 3π/2 0 and cos 2π 1. Similarly, cos minus π/2 0, minus pi become -1, 3π/2 0 and -2π equal to 1. ഇതും മുമ്പ് ചെയ്ത പോലെ തന്നെ ഒഴുക്കനായിട്ടൊരു കർവായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടും. ഓക്കെ, സ്കെയിൽ ഉപയോഗിച്ചിട്ടല്ല, അത് കൈകൊണ്ട് ഒരു കർവായിട്ട് ജോയിൻ ചെയ്ത് വെക്കണം. പഠിച്ചു വെക്കുക. ഇവിടെയും ക്ലിയർ ആണ്. കോസ് എക്സിന് കിട്ടുന്ന മിനിമം വാല്യൂ -1ഉം മാക്സിമം വാല്യൂ 1 ആണ്. ഏത് റിയൽ നമ്പറിലും കോസ് എക്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സോ ഡൊമെയിൻ ഈസ് r ആൻഡ് റേഞ്ച് ഈസ് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1. We draw the graph of y equal to tan x. നമുക്കറിയാം tan 0 0 ആണ്. tan π/2 നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ടാണ് π/2 വരുന്ന വാല്യൂവിൽ ടാനിൻ്റെ ലൈൻ കണ്ടോ, ഈ ബ്ലാക്ക് ലൈൻ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. π/2 ആണ് ഡോട്ടർ ലൈനിലൂടെ പോകുന്നത്. അതുപോലെ tan -π/2 നോട്ട് ഡിഫൈൻഡ് ആണ്. -π/2 ടച്ച് ചെയ്യുന്നില്ല, കണ്ടോ. ഇനി tan π 0 ആണ്. 3π/2 ഗ്രാഫ് ടച്ച് ചെയ്യുന്നില്ല, π/2 ടച്ച് ചെയ്യുന്നില്ല. tan 2π 0 ആണ്. 3π/2 ടച്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡിലും. അതുകൊണ്ടാണ് tan എക്സിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് r മൈനസ് ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് π/2, r മൈനസ് 2n+1π/2 എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? -∞ മുതൽ +∞ വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും റേഞ്ച് ആയിട്ട് കിട്ടുന്നുണ്ട്, y വാല്യൂ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ റേഞ്ച് ഈക്വൽ ടു r എന്ന് നമ്മൾ പറഞ്ഞു. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഗ്രാഫ് നോക്കുക, നീറ്റായിട്ട് ബുക്കിലേക്ക് വരച്ചു വെക്കുക. ഇനി ടെക്സ്റ്റിലെ പേജ് നമ്പർ 60-61 കോട്ട് എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സിൻ്റെ ഗ്രാഫ് പറയുന്നുണ്ട്. അത് നിങ്ങൾ വരച്ചു പഠിക്കണം. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ് ഹിയർ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദി ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആൻഡ് കൺവേർഷൻ ഓഫ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇൻ ടു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, ബൈ.